ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ട് ട്രൈപോഡ് വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് എൻ്റെ അനുഭവത്തിൽ ഞാൻ വാങ്ങിയ 2 ട്രൈപോഡുകളുണ്ട്. ആ 2 ട്രൈപോഡുകൾ ഉദ്ദേശിച്ച് 2 ട്രൈപോഡുകളിൽ ഏറ്റവും നല്ല ട്രൈപോഡ് ഏത് എന്നും അതുപോലെ തന്നെ നിങ്ങൾ ട്രൈപോഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നും കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ട്രൈപോഡ് വാങ്ങാൻ നോക്കുന്നുണ്ടാവും. അപ്പോൾ വാങ്ങാൻ നിൽക്കുന്നവരൊക്കെ തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. കൂടുതലായി പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓൾഡ് ട്രൈപോഡ്. ഫുഡ് ലോസിൻ്റെ ഒരു ട്രൈപോഡാണ് ഇത്. ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അന്നൊരു 300 സംതിങ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രൈപോഡ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്നും നോക്കണ്ട, ക്യാൻസൽ അടിച്ചോളി. വെറുതെയാണ്, ഒരു ആവശ്യമില്ല. ഒരു മാസം പോലും തേച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക, ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ് ഈ ട്രൈപോഡ്. ഗൈസ്, അപ്പോൾ ഈ ഒരു ട്രൈപോഡ് വാങ്ങിയിട്ട് ഏതാണ്ട് 2-3 ആഴ്ച ആയപ്പോഴേക്കും ഇതിൻ്റെ കാല് ഒടിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രൈപോഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ക ലോ ക്വാളിറ്റി ട്രൈപോഡാണ്. അത് റേറ്റിനനുസരിച്ചിട്ടുള്ള ട്രൈപോഡ് തന്നെയാണ്. എങ്കിലും എന്നാൽ ഒരു മാസമെങ്കിലും തയ്ച്ച് ഉപയോഗിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി പോലും ഇല്ല. ഇതിൻ്റെ ലെഗ് പെട്ടെന്ന് തന്നെ ബ്രേക്കായി. അതിനുശേഷം ഞാൻ ഈ ലെഗൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ വീഡിയോസും ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം കേസ് ഓരോ ദിവസവും കൂടുന്തോറും ഇതിൻ്റെ ഓരോ പാർട്ടുകൾ ലൂസ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് പോകുന്നു. ഇതൊക്കെ എങ്ങനെ പോരാന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക, ആ ട്രൈപോഡ് പക്ക ലോ ക്വാളിറ്റി സാധനമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്, മൊബൈൽ സ്റ്റാൻഡ്. ഇതുവരെ ഊരി പോന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിവിടെ തൽക്കാലത്തിന് പുതിയ ട്രൈപോഡ് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചാണ്. ഈ ഒരു ടാപ്പും കാര്യങ്ങളൊക്കെ ചുറ്റി വെച്ചതാണ്. ഇതെന്താ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അയലത്ത് കൂടി പോലും പോയിട്ടില്ല. പക്ക ലോക്കൽ ട്രൈപോഡ് എന്ന് തന്നെ വേണം ഇതിനെ പറയാനും. അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്കും ഈ സ്ക്രൂ ഒക്കെ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ടൈറ്റ് ആക്കാനൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ എത്ര തിരിച്ചിട്ടും കാര്യം അതൊരു ടൈറ്റും ആവണില്ല. ടോട്ടലി എന്താ പറയുക, ഒരു ഡിസാസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ എൻ്റെ ഓൾഡ് ട്രൈപോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും എത്രത്തോളം ഉണ്ട് ഈ ഒരു ഫുഡ് ലോസിൻ്റെ ട്രൈപോഡ് എന്ന് പറയുന്നത്. ഫുഡ് ലോസിൻ്റെ എല്ലാ ട്രൈപോഡ് ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ വാങ്ങിയത് അതായത് 350 റുപ്പീസിലുണ്ടായിരുന്ന ആ ഒരു ട്രൈപോഡ് ഇങ്ങനെയായിരുന്നു. എനിക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ട്രൈപോഡ് വാങ്ങുമ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊന്നും വായിച്ച് നോക്കിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ലോ പ്രൈസ് കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങി. അതായത് എനിക്ക് ആദ്യം പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രൈപോഡ്, മോബ് മൈൻഡിൻ്റെ 9 ഫീറ്റ് ബിഗ് ട്രൈപോഡ്. ഈ ഒരു ട്രൈപോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ തന്നെ എന്നെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. പക്ഷേ മറ്റേ ട്രൈപോഡ് അങ്ങനെയല്ലായിരുന്നു. അത് അതിങ്ങനെ ടാബ്ലുകളോ അല്ലാണ്ടെങ്കിൽ സ്റ്റൂളുമലൊക്കെ വെച്ചിട്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. എങ്കിലും എന്നെ ഫുള്ളായിട്ട് കിട്ടുകയുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു ട്രൈപോഡ് ആ ട്രൈപോഡ് തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഇത് രണ്ടും കൂടി പിടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത് 0.5 kg വെയിറ്റ് ഉണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് നോ വെയിറ്റ് ആണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താ പറയുക, ഒരു പാറ്റ സാധനം തന്നെ പറയാം. ഇത് അതുകൊണ്ടുള്ള വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇതൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ട്രൈപോഡൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതെന്ന് പറയുന്നത് പക്ക ലോക്കൽ സാധനമാണ്. അത് പോയി. ഇങ്ങോട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ട്രൈപോഡ് വാങ്ങുന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല റേറ്റിൻ്റെ ട്രൈപോഡ് തന്നെ വാങ്ങാൻ നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വാങ്ങിയിട്ട് നിങ്ങൾ കുടുങ്ങരുത്. എൻ്റെ ഏതാണ്ട് ആ പൈസ വെറുതെ പോയി തന്നെ വേണം പറയാൻ. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റിംഗ് ആദ്യം ഞാൻ വാങ്ങിയ ടൈമിൽ എത്ര 1000 സംതിങ് ആയിട്ടായിരുന്നു ആമസോൺ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പം അതിന് റേറ്റ് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്, 800 സംതിങ്ങോളം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല പ്രൈസ് ഉള്ള തന്നെ വാങ്ങാൻ നോക്കുക. അല്ല അങ്ങനത്തെ ലോക്കൽ സാധനം ഒരിക്കലും ഇങ്ങനെ വാങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു ട്രൈപോഡ് ആണെങ്കിൽ 360 ഡിഗ്രി ആംഗിൾ അതുപോലെ തുടങ്ങി ഒരുപാട് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എനിക്കറിയാം ഒരുപാട് യൂട്യൂബേഴ്സ് ഡെയിലി ഇങ്ങനെ നമ്മുടെ യൂട്യൂബിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ട്രൈപോഡ് തന്നെയാണ്. അപ്പോൾ ട്രൈപോഡ് വാങ്ങുമ്പോൾ നിങ്ങൾ മാക്സിമം ക്വാളിറ്റി ഉള്ളതിനെ വാങ്ങിക്കോട്ടെ എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ രണ്ടാമത് വാങ്ങിയ ട്രൈപോഡ് കാര്യത്തിൽ സ്റ്റെബിലിറ്റിയും എല്ലാം മറ്റേതിനെക്കാളും ടോപ്പാണ്. അതൊക്കെ ജസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ കഴിഞ്ഞ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ട്രൈപോഡ് തന്നെ വാങ്ങാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2-3 ആഴ്ചക്ക് ഒരു ലോക്കൽ വാങ്ങുക, അതിന് ശേഷം ഒഴിവാക്കുക, എന്നിട്ട് അതിനെക്കാട്ടി ഇരട്ടി പൈസക്ക് പുതിയത് വാങ്ങുക. അങ്ങനെയൊക്കെ ഒരുപാട് പൈസ നിങ്ങൾക്ക് നഷ്ടമാകും. നിങ്ങൾ മാക്സിമം ഒരു അത്യാവശ്യത്തിന് ബഡ്ജറ്റ് വരെ കാത്തു നിൽക്കുക. എന്നിട്ട് നല്ലൊരു ബഡ്ജറ്റിൻ്റെ ട്രൈപോഡ് തന്നെ മാക്സിമം നിങ്ങൾ വാങ്ങാൻ നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പുതിയതായിട്ട് ആരെയും കാണിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓളം ഓപ്ഷനോട്ട് മാറ്റുക. നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. പുതിയൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടുകൂടി ഇസ്മി മുഹമ്മദ് സൈനിങ് ഔട്ട്.